അത്രയും മതിയില്ലേ? പോണേക്കാളും മുന്നേ ഒന്നും നാശമാക്കി കളയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം പൊട്ടിച്ചു. ഒക്കെ ഇനി ആവശ്യക്കാരെ കൈകളിലേക്ക്. നമ്മളിതാ ട്രെയിൻ കയറി രാജധാനി എക്സ്പ്രസ്സിലായിട്ട് നമ്മൾ പോണത് ഗോവ. അത് പോവാൻ കാരണം പൊട്ടിക്കാണ്ട് നമ്മൾ പോയെങ്കിലോ അത് മുഴുവൻ നാശമായി പോവുകയും ചെയ്യും. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പൊട്ടി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ കുട്ടികളെ, വല്ല വേണാ കൊണ്ടാട്ടാ. ഇവരോട് സംസാരിക്കാണ്ട് ഇങ്ങോട്ട് പറമ്പിലേക്ക് വരാൻ പറ്റില്ല നമുക്ക്. ഇന്നുണ്ടല്ലോ നമ്മുടെ പറമ്പിലത്തെ ഒരുവിധം, നമ്മുടെ പറമ്പിൽ കുറേ ചീരയുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ചീരകളും അതേപോലെ തന്നെ കോളിഫ്ലവറൊക്കെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിക്കാറായ കോളിഫ്ലവറുണ്ട്. പക്ഷേ അതും കൂടി നമ്മൾ ഇന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കോളിഫ്ലവർ ചീരയാണെന്ന് കൂടുതൽ പൊട്ടിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ട് അല്ലേ ചേട്ടാ? ഞങ്ങൾ എന്തായാലും 2 ദിവസം കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഒരുവിധം ചീരാനെയൊക്കെ ക്ലിയർ ആക്കണേ. എന്ന് വെച്ചാൽ ഞങ്ങൾ പോണ സ്ഥലമുണ്ട് ഗോവ. അത് പോകാൻ കാരണം ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആള് അവിടേക്ക് ഞങ്ങളുടെയും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ഒരു അപ്രതീക്ഷിതമായിട്ട് പോകാന്ന് വെച്ചത് പെട്ടെന്ന്. അപ്പം എന്തായാലും വരണമെന്ന് ഭയങ്കര നിർബന്ധം. നമ്മുടെ അടുത്ത ഫാമിലി ഫ്രണ്ടാണ്. ഞാൻ കാട്ടിത്തരാം, അവർ വരുമ്പോൾ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ നമ്മൾ ഓണത്തിനാണ് മെയിനായിട്ട് നമ്മൾ എപ്പോഴും ടൂർ പോവാറ്. പക്ഷേ ഈ ഇടയിൽ ഇങ്ങനെ ടൂർ പോകാനുള്ള കാരണം എന്താ പറയുക, ഞങ്ങൾ 24 മണിക്കൂർ ഞങ്ങൾ ഈ പറമ്പിലല്ലേ. അപ്പോൾ ഷാജേട്ടൻ എപ്പോഴും പറമ്പ് വേണ്ട, നമുക്കൊന്ന് പോകാൻ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ പോകുമ്പോൾ അറിയാം 2 ദിവസം മാറി വയ്ക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അല്ല പ്രത്യേകിച്ച് ചില ഈ ചീരകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കതിര് വരും. നമ്മൾ നോക്കാണ്ടിരുന്നാലും പെട്ടെന്നായോ. അതല്ല ഇപ്പൊ നമ്മളിതൊന്നും അരിയാണ്ട് പോയിന്നേക്കാം. കളയാന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് ഉപകാരപ്പെടും. പക്ഷെ അങ്ങനെ ഉപകാരപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നാശമാക്കി കളഞ്ഞിട്ട്. അപ്പൊ അത് കാര്യം ഇതിപ്പോ നമ്മുടെ പണിപ്പിള്ളേരുണ്ട്, അവർക്കൊക്കെ കൊണ്ടുപോകാം, എല്ലാവർക്കും കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ മാക്സിമം ഇതൊക്കെ ഫുള്ള് കുറേ ഉണ്ട്, എല്ലാം അതറിയാൻ പോവാ നമ്മള്. അപ്പൊ ഒരു പണി ഉണ്ട്. അത് ഞാൻ അറിയുമ്പോ അത്ര ക്ലിക്കാവില്ല. അത് സ്മിതിക്കിനെ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ അറിയട്ടെ. എവിടുന്ന് തുടങ്ങണ്ടേ? എവിടെ നോക്കിയാലും ശരിയാ. അവിടുന്ന് തുടങ്ങാം, ആ ഭാഗത്ത് തുടങ്ങാം. അവിടുന്ന് അങ്ങനെ ആയി ഇങ്ങോട്ട് വരാം നല്ലത്. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കോളിഫ്ലവറൊക്കെ പൊട്ടിക്കുക അങ്ങനെയൊക്കെയാണ് കയറി. ഇതാണ് നമ്മുടെ ചീരത്തോട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഈ ചീരകൾ ഫുള്ള് തന്നെ മുളച്ചിട്ടുള്ളതാട്ടാ. കാരണം മുളകും തൈകളായിരുന്നു നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ മുളകും തൈകളുടെ ഇടയിലാണ് ഈ ചീരത്തൈ. കണ്ട, ഇതൊക്കെ വഴുതനങ്ങ തൈകൾ നട്ടെടുത്ത് നോക്കുക. ഇവിടെ നമ്മൾ വഴുതനങ്ങ തൈയേക്കാളും വലുതായി വന്നത് നമ്മുടെ ചീരത്തൈകളാണ്. കണ്ടാ, ഇത് വഴുതനങ്ങ തൈ, ഇത് വഴുതനങ്ങ തൈ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ ചീരത്തൈകളും വേഗം അരിഞ്ഞെടുക്കട്ടെ. നമ്മുടെ ഈ നിൽക്കണത് കേട്ടോ, ഇത് വഴുതനങ്ങ ആളുടെ കാലാവധി കഴിഞ്ഞതാ. ഇത് വലിച്ച് കളയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കടക്കിലൊക്കെ ഓരോ തൈകൾ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോവും. അത് കാരണമാണ് ആളങ്ങനെ നിർത്തി വെക്കണത്. ഈ ഒരു കട്ട അരിയിൽ കഴിഞ്ഞു. പിന്നെ നോക്കിയേ, ഈ നിൽക്കണ പപ്പത്തൈകളില്ലേ, ഇതൊക്കെ തന്നെ മുളയ്ക്കണ പപ്പത്തൈകളാട്ടാ. ഇപ്പോൾ എന്താ പറയുക, ഇവരൊക്കെ ഒന്ന് പറിച്ച് വെക്കണം എന്ന് നമ്മൾ വിചാരിച്ചതായിരുന്നു, വൈകിപ്പോയി. എന്നാലും 1-2 എണ്ണത്തിന് പറിച്ച് വെക്കണം. ഇത്തിരി വലുതായവരോട് തന്നെ നിർത്തണം. നമ്മളുണ്ടല്ലോ അവിടേക്ക് കുറേ ഞാൻ കാട്ടി തന്നു തന്നെ മുളച്ചിട്ടുള്ള ചീരകൾ. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാട്ടാ. ഇതേപോലെ തന്നെ മുളയ്ക്കുന്ന തൈകൾ ആ ഒരു ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അതായാലും നോക്കിയാൽ നല്ല എന്താ പറയുക, നല്ല സ്ട്രോങ് തൈകളായിട്ടാണ് വരുന്നത്.
തന്നെ മുളയ്ക്കുന്നവരെ അത്ര അങ്ങോട്ട് സ്ട്രോങ് ആവില്ല, എന്നാലും ഒരുവിധം നല്ല ഇനി അവിടെയാ, ഇനിയുള്ളവരൊക്കെ ഇവിടെ നിന്നോട്ടെ. നമ്മൾ എന്താ പറയുക, ഏതിലേക്കാണ് പോണേ അതിലൊക്കെ ചീര മുളച്ചത് അരിയേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉള്ളി വെച്ച് കൊടുത്ത് നോക്കുകയാണ്. ഇതിൻ്റെ ഇടയിലായാലും തന്നെ മുളച്ചിട്ടുള്ളത് ചീരത്തൈകളുടെ നോക്കിയാൽ ഇലകളുടെയൊക്കെ ഒരു ഭംഗി എന്താ. ഈ ഒരു ചീര ഇങ്ങനെ അരിയുമ്പോൾ നോക്കിയാൽ കൊമ്പൻ ജില്ലയായിട്ട് കണ്ടാ, അത്രയും ഭംഗിയുള്ള ഇലകളാണ്. ഇത് ഞാനൊരു വട്ടം അരിഞ്ഞ കാരണം എത്രയും ഭംഗിയിൽ കൊമ്പൻ ചില്ലി വന്നേ. ഇത് ഇവിടെ നിന്നോട്ടെ, നമുക്ക് ഒരുമിച്ച് അരിയാം. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ ചോളാട്ടാ. നമുക്ക് കുറച്ച് നാളായിട്ട് ചോളം ഉണ്ടായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചോളം നട്ട് ചെടി ഇത്തിരി വലുതാ ഇങ്ങനെ ഇത്ര ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്ക് ഞാൻ പറയാറില്ലേ, തുറപ്പന്മാർ വന്നിട്ട് മാന്തി ആ ഇത് തിന്നും. ഇത് നോക്കിയേ, ഇത് അതേട്ടാ തന്നെ മുളച്ച ചീരയാണ്. നമ്മുടെ പയറിൻ്റെ വള്ളി ചീരമിച്ച് തിറ്റി കയറി. ഇത് കുറ്റിപ്പയറാട്ടാ, പച്ച കുറ്റിപ്പയർ. അയ്യോ വിഷമായി. ഒരു ചീരക്കടയമേ പയറിൻ്റെ വള്ളി കയറിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ഒരു കട പറഞ്ഞു പോന്നു. നമ്മളേ ഈ ചീരയുടെ ഇടയിൽ എന്നിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നറിയോ. ഈ ചീര ഇതേപോലെ മുളയ്ക്കാൻ കാരണം നമ്മൾ പറയില്ലേ, കൈക്കോട്ടിൻ്റെ കള ചെല്ലുമ്പോഴാണ് ഇതേപോലെ ചീര തൈകൾ നമുക്ക് നന്നായിട്ട് മുളയ്ക്കായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിതാ നമ്മുടെ അയ്യോ പേര് പറഞ്ഞേ, കൊത്തമ്പര തൈയായിരുന്നു. ഇതൊക്കെ കൊത്തമ്പരയാണ്. ഈ കൊത്തമ്പര നടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചാല് കോരി കൊത്തമ്പര തൈ നട്ട് കൊടുത്തു. പക്ഷെ ഉണ്ടായി വന്നത് ചീരത്തൈകളായി. അപ്പോൾ ചീരത്തൈകൾ ഉണ്ടായി വരുമ്പോൾ നമുക്ക് കളയാനും തോന്നില്ല. അപ്പോൾ ഈ വട്ടം നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തല്ലോ, ഇനി കൊത്തമ്പര തൈ നന്നായിക്കോളൂ. അപ്പോൾ നമ്മുടെ ചീര അരിയിൽ കഴിഞ്ഞു കേട്ടാ. ഇനി നമുക്ക് കോളിഫ്ലവറാണ് പൊട്ടിക്കാനുള്ളത്. ഇത്രയും ചീര നമ്മൾ അരിഞ്ഞു എടുത്തു. ചിലതിന് ചെറുതായിട്ടൊരു കതിര് വന്നിരുന്നു. ഇനിയിപ്പോൾ കോളിഫ്ലവർ കൂടി അരിയാൻ പോവാ. കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട് നമ്മളിന്ന് ചീര തരാമെന്നുള്ളത്. നമ്മൾ പിന്നെ ഇവിടെ കെട്ടാക്കി വെച്ചാൽ മതി, അവർ വന്ന് കൊണ്ടുപോയിക്കോളൂ. എന്താ പറയുക, അവർ വിളിച്ചു തുടങ്ങി. അവർക്ക് ഞാൻ ചീര വേണ്ടായിരുന്നേ. ഇത് അവർക്ക് കൊടുക്കട്ടെ, അതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ അരിഞ്ഞെടുക്കണുള്ളൂ കേട്ടാ. കാരണം അവർ കുറേ നേരം ഞാൻ ചീര അവിടെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അവർക്കുള്ളതെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് പിന്നെ അവരിങ്ങനെ നിരാശരായിട്ട് മടങ്ങി പോണ പോലെ തോന്നും നമുക്ക് വീട്ടിലേക്ക് നോക്കുമ്പോൾ. ഒരു കട മതി ഇന്ന്, വലിയ കടയാണ്. മുറിക്കാൻ വരെ ബുദ്ധിമുട്ടത് കാരണം കണ്ടോ, ഇന്ന് ഈ ഒരു കട മതി അവർക്ക്. ഇത് കൊണ്ടു കൊടുക്കട്ടെ. വായോ എല്ലാവരും വായോ, കുറേ നേരമല്ലേ കാത്തിരിക്കണോ. വാ വായോ ഇതാ നിങ്ങളുടെ ഇഷ്ട ഫുഡ്. ഇത് പേടിച്ചാ വലുത് കണ്ടപ്പോ.
ഇനി നമ്മുടെ അല്ലുവിനും പേലിക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടാട്ടെ നമ്മൾ കോളിഫ്ലവർ അരിയാണല്ലോ. അല്ലുവിനെ പാല് തരാം. എന്തോ ഒരു പിണക്കാന്നറിയാം എൻ്റെ അല്ലുവിന്. അവൾ ഒറ്റയ്ക്ക് വളർന്നതല്ലേ. വാ അയ്യ കുടിച്ചോ. കുടിച്ചോ പിന്നെ കുടിച്ചോ കേട്ടാ. കുടിച്ചോ കുടിച്ചോടി മണിയേ. എൻ്റെ മോള് കുടിക്കടി പണങ്ങല്ലേ പൊന്നു. കുടിക്ക് കിട്ടിയാലേ സമാധാനം. ഞാൻ വിചാരിക്കൂട്ടാ നമ്മുടെ മനുഷ്യക്കുട്ടികളെക്കാളും ബുദ്ധി അവർക്ക്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പേളി എൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവളിപ്പോൾ എൻ്റെ പിന്നാലെ നടക്കേണ്ടത്. ഇപ്പം ആണെങ്കിൽ നടക്കണം. എന്തൊരു ക്ഷീണമെന്നറിയോ അല്ലുവിനാവണത്. ഞാൻ അങ്ങനെ കൊഞ്ചിച്ച് കൊണ്ടുവരികയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുടി കഴിഞ്ഞിട്ട് ഞാൻ നീങ്ങുള്ളൂ ഇവിടുന്ന്. എനിക്ക് നമ്മളൊരു യാത്ര പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമം ഇവരെ കാര്യം ആലോചിച്ചിട്ടാണ്. കാരണം എന്താ പറയുക, ഞാൻ ഇവരുടെ ഇഷ്ടത്തിന് ഇവരുടെ രീതിക്ക് അനുസരിച്ച് എല്ലാം കൊടുക്കും. മക്കൾ കൊടുക്കും. പക്ഷേ അവരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാവുമല്ലോ. അതാണ് ഏറ്റവും ഒരു വിഷമമുള്ളത്. ഇവളൊക്കെ എത്ര സമയം വേണമെങ്കിലും പട്ടിണി ഇരിക്കൂട്ടാ. അങ്ങനെയുണ്ട്. വാശി പിടിച്ച് ഒരു ദിവസം വരെ അവൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാറുണ്ട്. നമ്മുടെ പേളിക്കുള്ള പാലാണ് ഞാൻ ആറ്റുന്നത്. അത് നോക്കിയിട്ട് പേളിക്ക് എടുക്കണം. നോക്കിയേ, നമ്മളത് ചായയല്ലേ കൊടുത്തിരുന്നത്. ചായ പൊട്ടയെന്ന് പറഞ്ഞ പിന്നെ ഞാൻ ചായയിൽ നിർത്തി പാല് മാത്രമേ കൊടുക്കല്. പേളിക്കുട്ടി ഇപ്പം തരുവിട്ട പൊന്നുന്നേ ചൂടാറ്റട്ടെ. അയ്യ വയല്ലേ പെളിയേ. വാ, അതിന് കരട് വന്ന പെളിയെ ഞാൻ കഴുകി വെച്ച പാത്രമല്ലോ. കാറ്റത്ത് കരട് വീണല്ലോ. കുടിച്ചോ. ഇപ്പം അല്ലുവിൻ്റെ പോലെ അവളോട് പറയണം. കുടിച്ചോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം തയ്യാറായതാണ്. ഒരു രണ്ടെണ്ണമല്ല, ഈ ഒരാളെ മാത്രം അവിടെ നിർത്തണുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 കോളിഫ്ലവർ അരിയാണ്ട്. അവിടെ ഉണ്ടോ ഒരാൾ 8. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഇലകൾ അരിഞ്ഞെടുക്കണില്ലേ. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ തന്നെയല്ല നമ്മുടെ കോഴികൾക്ക് ചീര കൊണ്ടിട്ട് കൊടുത്തത്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ രാവിലെ മക്കൾ ഇതൊക്കെ അരിഞ്ഞ് കൊടുത്തോളൂ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ നമ്മുടെ കോളിഫ്ലവർ. ഈ ഒരു കാലാവസ്ഥയായിട്ട് പോലും കോളിഫ്ലവറിന് ഒരു കുഴപ്പമില്ല കേട്ടാ. ഇതും കൂടി നിർത്തണ. ഈ ഒരെണ്ണം കൂടി നിർത്താം. ഇത് നമ്മൾ വരെ നിൽക്കും. അപ്പോൾ ഈ 4 അരിഞ്ഞെടുക്കേണ്ടി വരും. പിന്നെ അവിടെ 1 2 അതുകൂടി അരിയാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് അരിഞ്ഞെടുക്കണേ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും അരിഞ്ഞെടുക്കണമൊന്നുമില്ല കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് പോകണം. കാരണം നമുക്ക് ഉച്ചയിലേക്ക് കറിക്ക് വേണ്ടിയിട്ട് ചേമ്പ് പറിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടെയും കോളിഫ്ലവറും ഉണ്ട്, പിന്നെ തക്കാളിയും ഉണ്ട്. അതും പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ വഴിക്ക് വേഗം അത് കൊണ്ട് പൊട്ടിച്ച് വയ്ക്കാൻ പോവാം. ഇത് പിന്നെ ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുമല്ലോ.
ഞാനുണ്ടല്ലോ ഈ പ്രാവശ്യം നമ്മുടെ ചേമ്പ് പറിക്കണതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ ചേമ്പ് നടണതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വൈലറ്റ് കളർ തണ്ടുള്ള ചേമ്പില്ലേ, ആ ഒരു ചേമ്പാണ്. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവും കേട്ടോ. പിന്നെ അത് പണ്ടുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു മാവിൻ്റെ അടിയിലായിട്ടാണ്, അട്ടറിലാണ്. കാരണം നമുക്കറിയാലോ ചേമ്പിന് അധികം വെയിൽ വേണ്ട. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്ക് ആവശ്യമില്ല, കുറച്ച് നല്ല മണിയായിട്ട് കിടക്കുന്ന വിത്തുകൾ മാത്രം എടുക്കണുള്ളൂ. ഇതിൻ്റെ തള്ളച്ചേമ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിവിടെ ഇടും. നല്ല മണി നോക്കി അത് അട്ടാ പറക്കിയെടുക്കുന്നത്, അതാണ് എനിക്ക് കറി വയ്ക്കാൻ ഏറ്റവും ഇഷ്ടം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചേമ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അധികം വെയിൽ നിൽക്കാത്തൊരു സ്ഥലം നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യമില്ല കുറച്ച് ചേമ്പ് ഞാൻ പറിച്ചെടുക്കട്ടെ. കണ്ട അത്യാവശ്യം നമുക്ക് ചേമ്പുണ്ട് കേട്ടോ പറിക്കുമ്പോൾ. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണി മാത്രം തിരഞ്ഞെടുക്കുന്ന കാരണമാണ് എനിക്കിപ്പോൾ 2-3 കടയിൽ നമുക്ക് പറിക്കേണ്ട വന്നത്. അല്ലെങ്കിൽ മറ്റുള്ള വലുതും കൂടി വെക്കുകയാണെങ്കിൽ നമുക്കൊരു കട പറിച്ച് നമുക്കൊരു കറിക്കുള്ളതായി. പക്ഷേ എനിക്ക് ആ മണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടായിട്ട് ഞാനത് പറിച്ചെടുത്തത്. അപ്പോൾ നോക്കിയത് ഇത്രയും ചേമ്പാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത്. ഇനി എന്നിട്ടാണെങ്കിൽ നമുക്ക് കോളിഫ്ലവർ പൊട്ടിച്ചെടുക്കണം. കോളിഫ്ലവർ നിൽക്കുന്ന ഭാഗം നോക്കുമ്പോൾ തന്നെ പേടിയാവും, അത്രയും വെയിലത്താണ് നിൽക്കുന്നത്. കാരണം കോളിഫ്ലവറൊക്കെ വെയിലത്തല്ലേ നമുക്ക് ഉണ്ടായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിനി അത് പൊട്ടിച്ചെടുക്കട്ടെ. എന്തായാലും ഞാൻ വേഗം ഓടി പോയിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുത്ത് കയറാന്ന് വെച്ചിട്ടാണ് പോണത്. പിന്നെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കയ്പ്പക്കായ ഉണ്ടായിരുന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും പൊട്ടിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ അതും കൂടി നമ്മൾ വരുമ്പോഴേ ചിലപ്പോൾ പഴുത്തു പോകും. അയ്യോ ഞാൻ ഓടിക്കാട്ടെ, എന്തൊരു ചൂടായിശ്വരാ, ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, വലിയ ചൂടുണ്ട്. അപ്പോൾ ഇതാട്ടെ നമ്മൾ പൊട്ടിച്ചെടുത്ത കയ്പ്പക്കായ. പിന്നെ 3 കോളിഫ്ലവറാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത്. കോളിഫ്ലവറൊക്കെ പൊട്ടിച്ച് കയറുമ്പോഴേക്കും കണ്ട വെയിലത്ത് ഇല വാടുന്നത് അത്രയും ചൂടാണേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൊട്ടിക്കപ്പോൾ കാരണം കേട്ടോ ഈ വെയിലും കൊണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ പോകേണ്ട കാരണമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ വെയിലത്ത് വന്ന് പൊട്ടിക്കില്ല, വൈകിട്ടൊക്കെ വന്ന് പൊട്ടിക്കുള്ളൂ. അപ്പോൾ നിവൃത്തിയില്ലാത്തതാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ തക്കാളി പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് പൊട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ തക്കാളി വരുമ്പോഴേക്കും നാശമായി പോകുമല്ലോ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉണ്ടാവണ്ടേ, ദിവസം എന്ന് പറഞ്ഞ പോലെ പൊട്ടിക്കണ പോലെ. അപ്പോൾ ഇത് പഴുത്തതും പഴുക്കാറായതൊക്കെ കൂടി പൊട്ടിക്കാൻ വെച്ചിട്ട് നമ്മൾ ഇരിക്കണേ കേട്ടാ. നമ്മുടെ ഈ തക്കാളി ചെടിയുമ്പോൾ നന്നായിട്ട് തക്കാളി ഉണ്ടാവേണ്ടിട്ട് ഇതിൽ നമ്മുടെ മാമത്തെ ഒരു ചെല്ലും കൂടി ഇതിൽ വീണില്ലെങ്കിൽ ഈ തക്കാളി ചെടി നിൽക്കുന്ന നല്ല ഭംഗി ഉണ്ടായേനെ. കണ്ട ഒരുവിധം പഴുക്കാറായതും കൂടി ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മളായിട്ട് ഇനി മറ്റുള്ള പക്ഷികളൊന്നും ആകർഷിപ്പിക്കണ്ട. പിന്നെ നോക്കി ഈ ഒരു മാങ്ങ കേട്ടാ, വലിയൊരു മാവാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് അന്നത്തെ മാങ്ങ. മറ്റതൊക്കെ നമ്മുടെ മൂവാണ്ട മാങ്ങ ആണെങ്കിലും ഇത് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയിലൊരു മാങ്ങ. കാരണം നമ്മുടെ ഈ ഒരു കൈപ്പത്തിയിലൊക്കെ ഒരു നീളത്തിൽ നല്ല വലുപ്പമുണ്ടാവും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ കാറ്റിൻ്റെ ശക്തിയിലാന്ന് തോന്നുന്നുണ്ട് മാങ്ങ കുറച്ച് വീടുന്നുണ്ട്. അത് മാത്രമല്ല മാങ്ങയ്ക്ക് ഭയങ്കര നല്ലൊരു മണം, പഴുത്ത് കഴിഞ്ഞാലും അതേ ടേസ്റ്റുമാണ്. ഈ മണം പോലെയാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മളത് എടുക്കണമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ തക്കാളിയുടെ ഇലയമ കാണുന്ന കുത്ത്, അത് ഞാൻ പുതിയതായിട്ട് കാണുന്ന ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോ, നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ മാവിൻ്റെ പൂമെന്ന്, അതായത് അതിൻ്റെ തേൻ വരുമ്പോൾ വരുന്നതായിട്ട് ഈ കറുത്ത കുത്ത്. വേറെ കേടും കാര്യങ്ങളൊന്നുമല്ല. അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയും ഉണ്ട്, അതേപോലെ തന്നെ കറുത്ത കുത്ത്. അപ്പം ഇനി എന്തിട്ടാണെങ്കിൽ ഇതൊക്കെ കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി. കാരണം അത്രയും വെയിലായി. വെയിലും കൊണ്ട് ഞാൻ അവിടെ വരെ എത്തണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ളൊരു പേടിയാട്ടാ. കണ്ടോ എന്തൊരു ചൂടാലോ ഇപ്പോഴത്തെ വെയിലിനെ. അങ്ങനെ നമ്മളിതാ പോണേക്കാളും മുന്നേ ഒന്നും നാശമാക്കി കളയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം പൊട്ടിച്ചു, ഒക്കെ ഇനി ആവശ്യക്കാരെ കൈകളിലേക്ക് എത്തിക്കും നമ്മൾ കേട്ടാ. തക്കാളിൻ്റെ അടിയിൽ നമ്മുടെ ചേമ്പ്, ഇനി ചേമ്പ് നന്നാക്കി കറി വയ്ക്കണം. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് പൊട്ടിച്ചെടുത്തത്. അപ്പോൾ ഞാൻ എന്നിട്ടാണെങ്കിലേ നമ്മുടെ അവിടുത്തെ പണിക്കുട്ടികളുണ്ടല്ലോ, അവരാണ് ഈ പ്രാവശ്യം ചീരകൾ കൊണ്ടുവന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്കൊക്കെ ഓരോ കെട്ടുകളായിട്ട് തിരിച്ചു വയ്ക്കണം. പിന്നെ അതേപോലെ കോളിഫ്ലവറും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കാൻ പോയി ഞാൻ. അവിടെ ഇരിക്കലല്ല, വാഴവള്ളി അരിഞ്ഞുകൊണ്ടിരണം, എന്നിട്ട് വേണം കെട്ടാനായിട്ട്. ഇങ്ങനെ വയ്ക്കല്ലേ ചേട്ടാ, കോളിഫ്ലവർ വീണ് കൊണ്ടാട്ടെ ചേട്ടാ, വലിയല്ലോ. നമ്മുടെ അടുത്തുള്ള വീടുകൾക്ക് ഇനി കുറച്ചും കൂടി ഉണ്ട്, അതെനിക്ക് കെട്ടിയിട്ട് വേണം കൊടുത്തുവിടാനായിട്ട്. ഇനി നമ്മൾ ഈ കുറ്റിപ്പയർ, നമ്മൾ ചീര അരിയണ സമയത്ത് ഞാൻ കാട്ടി തന്നില്ലേ കുറ്റിപ്പയർ നിൽക്കുന്നത്. ഈ കുറ്റിപ്പയർ പൊട്ടിക്കേണ്ടതാണ് വിചാരിച്ചത്. നമ്മൾ ഗോവയ്ക്ക് പോയി വന്നതിന് ശേഷം നല്ല മണിയൊക്കെ ആയിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം ഇതിപ്പോൾ പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ തത്തകളും അണ്ണാമാരൊന്നും ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ വെറുതെ അവരെ ആകർഷിപ്പിക്കണ പോലെയാവും.
അപ്പം മൂത്തതൊക്കെ നോക്കി ഒരുവിധം മൂപ്പായതൊക്കെ നോക്കി പൊട്ടിക്കാം നമുക്ക്. നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ വരുന്ന ദിവസം തന്നെ നമുക്ക് ഉപ്പേരി വയ്ക്കാനുള്ളത് കിട്ടും കേട്ടോ. അതേ പാകമുള്ളവരുണ്ട് ഇതിൽ. ഇപ്പം നോക്കിയേ, ഒരു പിടി പയർ കിട്ടി കണ്ട. ഇത് പൊട്ടിക്കാണ്ട് നമ്മൾ പോയെങ്കിലോ ഇത് മുഴുവൻ നാശമായി പോവുകയും ചെയ്യും. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു ഇന്ന് പൊട്ടിക്കണ്ടെന്ന്. അപ്പം ഇന്ന് നമ്മുടെ കറിയാകുമ്പോൾ പയറുപ്പേരിയും ചേമ്പ് കറിയും ഒക്കെ ആയിട്ട് വയ്ക്കാന്ന്. അച്ചടാ കിടന്നോ, പേളി കിടന്നോ. നമ്മുടെ പേളി പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പം നോക്കിയേ അവൾക്ക് വയറൊക്കെ ആയി തുടങ്ങിയിട്ടാ. കിടന്നോ പേളി കിടന്നോടി. അയ്യോ എണീറ്റ്. ആൾക്ക് നല്ല ക്ഷീണാ. കാലത്ത് ആ പാല് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കിടന്നോളൂ. എന്നാ വയറൊക്കെ ആയി തുടങ്ങി ആൾക്ക്. കിടന്നോ കേട്ടാ. നമ്മൾ ഈ വയറും അങ്ങനെ തടവി കൊടുക്കില്ലേ, അപ്പോൾ ഭയങ്കര സ്നേഹ അല്ലേ പേളിക്കുട്ടിയെ. നമ്മുടെ പുറത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിന്ന് അതേ അടുക്കളയിലേക്ക് കയറിയിട്ടാ. പുറത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചീരയ്ക്ക് അരിഞ്ഞ് കൊടുത്ത് വന്നപ്പോൾ തന്നെ സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മക്കൾ വരും. മക്കളെ ഏൽപ്പിച്ചിട്ടാണ് നമ്മളിന്ന് ടൂർ പോണത് തന്നെ. കാരണം നമ്മുടെ ട്രെയിനിലാണ് നമ്മൾ പോണത്. രാത്രി 11 മണിക്കാണ് നമ്മുടെ ട്രെയിൻ. അപ്പം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുട്ടികൾ വരുന്നതല്ലേന്ന് വെച്ചിട്ട് ഇതാ മീനൊക്കെ നന്നാക്കി വരഞ്ഞെടുത്തു. പിന്നെ അതേപോലെ ഇതാ ഒരു ചിക്കൻ മേടിച്ചിട്ടുണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പയറിതാ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേമ്പ് നന്നാക്കിയിട്ടാ മോര് കറി വയ്ക്കാൻ വേണ്ടി അതും കഴുകി നോക്കിയതാ വെള്ളത്തിലിട്ടു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കറികളൊന്നും വെക്കുന്നത് കാണിക്കാൻ നിൽക്കില്ല. അപ്പോൾ കുറേ സമയമാവും. 3 അടുപ്പുള്ള കാരണം പെട്ടെന്ന് തന്നെ വേഗമൊക്കെ ആക്കിയെടുക്കണം. ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഒതുക്കിയിട്ടില്ല. ഫോട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ അവിടെ അകത്ത് കൊടുന്ന് ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. പെട്ടിയിലൊന്നും പാക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഇതൊക്കെ വേഗം വെച്ചെടുക്കട്ടെ. നമ്മുടെ പയറുപ്പേരി ആയിട്ടാ. ഇതിപ്പോൾ നമ്മുടെ മോര് കറിയിലേക്കാണ് ഞാൻ താളിക്കാൻ പോണത്. മോരുകറി റെഡിയായി. ഇനിയിപ്പോൾ ഇതാ മീനും കൂടി വറുത്ത് ചിക്കനും കൂടി ആയാൽ അടുക്കളത്തെ പണി കഴിയൂട്ടാ. പിന്നെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 2-3 ദിവസം മാറി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എടുക്കണേക്കാൾ കൂടുതൽ കാര്യങ്ങളുണ്ടാവും ആ ദിവസം ചെയ്തു തീർക്കാനായിട്ടല്ലേ. എവിടെയൊക്കെ വൃത്തിയാക്കി എങ്ങനെയൊക്കെ വെച്ച് പോയാലും എന്തോ ഒരു തൃപ്തിയാവാത്ത പോലെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യണം. ഇതായി. പിന്നെ ഇതാ ഉപ്പേരി കൂട്ടാനൊക്കെ റെഡിയായി. ചിക്കൻ കറി ആയി മീനും കൂടി വറുത്താറൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ എല്ലാം റെഡി ആയിട്ടാണ്. ലാസ്റ്റാണ് നമ്മുടെ മീൻ വറുത്തതായത്. അപ്പം ഞാൻ മീൻ വറുത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇങ്ങനെ ചെരിച്ച് വയ്ക്കും ഇതിലത്തെ എണ്ണയ്ക്ക് ഒന്ന് വാർന്ന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ചിക്കൻ കറി റെഡിയായി. പിന്നെ നമ്മുടെ മോര് കറി പിന്നെ ഞാൻ കുറച്ച് വെച്ചുള്ളൂ കേട്ടാ. 2 ദിവസം എടുക്കാവുന്ന രീതിയിലുള്ള മോര് കറി വെച്ചേ. പിന്നെ ഇതാ പയറുപ്പേരി അല്ല മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചേച്ചിമാർക്ക് ഹായ് പറയാം. മോളി ജോൺസൺ, ഹായ് മോളിയേച്ചി. മാലതി നായർ, ഹായ് മാലതേച്ചി. ഹായ് റീനേച്ചി, ഹായ് സീനേച്ചി, ഹായ് കമലേച്ചി. ഞാൻ ഈത്തിക്കുട്ടിക്ക് കേട്ടാ. ഫാത്തിമ നാച്ച്, ഹായ് ഫാത്തിമ. ഇനി അനീനാട്ടാ ഹായ് പറയാനുള്ളത്. ഹായ് ഹഫ്സാത്ത്. ഇനി നമ്മുടെ വിശേഷങ്ങൾക്ക് പോവാം. കേട്ടാ നമ്മുടെ സിംബൂട്ടിൻ്റെ കരച്ചിലേക്ക് വേണ്ട. ഞാൻ ഈ വാള് തുറക്കുമ്പോൾ അമ്മ അതുകൊണ്ട് വരിക. അപ്പോൾ ഞാനിവിടെ ഇല്ലാണ്ടായ 2-3 ദിവസം ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുക അവനായിരിക്കും. അവൻ ഭയങ്കര ബഹളമായിരിക്കും. എന്തായാലും അവനോട് ചെന്നത് പറഞ്ഞ് മനസ്സിലാക്കി നോക്കട്ടെ. അവരുടെ കാര്യമില്ല, ആൾ കരച്ചിലോണ്ട് കരയും. തുറക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുക അമ്മയുടെ പോലെയാ.
അമ്മയുടെ പൊന്നു ഉണ്ടടാ. അതെ അമ്മ ഒരു കാര്യം പറയട്ടെ. 2 ദിവസേ നോക്ക് സിമ്പിട്ടാ, 2 ദിവസേ ഞാനിവിടെ ഉണ്ടാവില്ല. അത് ക്യാമറ കണ്ടപ്പോഴേ അതും തിട്ടുണ്ടാവും വെച്ചിട്ട് അവൻ അങ്ങോട്ട് നോക്കുക, ഉണ്ടാവില്ല. ബഹളം വെക്കാണ്ട് ഇവിടെ ഇരുന്നോളോട്ടാ. നല്ല മോനായിട്ട് പാപ്പൊക്കെ തരുമ്പോൾ അതൊക്കെ കഴിച്ചുകൂടി ഇരുന്നോളോട്ടാ. പിണക്കൂട്ടനാവരിക്കോട്ടാ. അച്ഛാ അമ്മ എന്ന് പറഞ്ഞ് ഓടിയിട്ട് കരയായിരിക്കോ? കരയില്ലല്ലോ. വാ നല്ല മോനായിട്ട് ഇരുന്നോളോട്ടാ. പുറത്തേക്കൊക്കെ വിടൂട്ട പൊന്നുനെ. പാപ്പൊക്കെ തിന്നെ. പാപ്പൊക്കെ തിന്ന് നല്ല മോനായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടാ. കേട്ടാ? പോട്ടേമ്മ. നമ്മുടെക്കാൾ മുന്നേ അവനാ പോവാൻ നോക്കുക, പുറത്തേക്ക് ഇറക്കാനാന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇവിടെ ഇരുന്നോളൂ കേട്ടാ. സിമ്പുട്ടാ ഇവിടെ ഇരുന്നോളൂ കേട്ടാ. ഗുഡ് നൈറ്റ് സിമ്പുട്ടാ, ഗുഡ് നൈറ്റ്. ബാക്കി ഇപ്പം നമ്മുടെ അല്ലു, പേളി അവരൊന്നും അങ്ങനെ കരയില്ലേ. ഭക്ഷണം കഴിച്ച് അവരെവിടെയാന്ന് നോക്കി കൊടുത്താൽ മതി. പക്ഷെ ഇവനങ്ങനെയല്ല, ഇവനിരുന്ന് കരയും. മതി. നമ്മളിതാ ഇറങ്ങാട്ടാ. അപ്പോൾ ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ കുമാർ, ശ്രീജ, നമ്മുടെ അടുത്ത ഫാമിലി ഫ്രണ്ട് ആട്ടാ. എടുത്ത് പറയേണ്ടത് തന്നെയാണ് അവര്. അപ്പം ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോണത്. നമ്മൾ ട്രെയിനിലാണ്. 11:50 ഇപ്പൊ സമയമായി. അപ്പൊ ഞങ്ങള് ഇനി ട്രെയിൻ അതന്നെ റെയിൽവേയിൽ വെച്ച് കാണാം. അയ്യോ ശ്രീജ നല്ല വെയിറ്റിട്ട്. അപ്പൊ നമ്മളിതാ ട്രെയിൻ കയറി രാജധാനി എക്സ്പ്രസ്സിലായിട്ട് നമ്മൾ പോണത്. അപ്പോൾ എന്താ പറയാ, നാളെ ഒരു 10 മണി 11 മണിക്ക് ആകുമ്പോഴേക്കും എത്തില്ലേ? അല്ലേ, 10 മണിക്ക് ആകുമ്പോഴേക്കും എത്തും. ഷായിട്ടെന്താ നമ്മുടെ എന്താ പറയാ കമന്റുകളൊക്കെ വായിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷായിട്ടെ ഇങ്ങോട്ട് നോക്കോ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം കാണാം.